അളിയാ നീ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നമ്മൾ പോലും അറിയാതെ നമ്മൾ പ്രായമായിക്കൊണ്ടിരിക്കുക. നമ്മളെക്കാളും മൂത്ത അമ്മമാർ നമ്മളെക്കാളും കണയങ്ങ. എന്തുകൊണ്ടാണ്? നമ്മുടെ ജീവിത ശൈലികൾ ശരിയല്ല, നമ്മൾ ഈ പോക്കൊട്ട് ശരിയല്ല. സത്യം അളിയാ, ഞാൻ ചിന്തിക്കാറുണ്ട്. എൻ്റെ കണ്ട് ഇവിടെയൊക്കെ മുടിയൊക്കെ നരച്ചു തുടങ്ങി, പിന്നെ പ്രായമാകാൻ പോലത്തൊക്കെ തുടങ്ങി. എനിക്ക് വയ്യ, ഒന്നും ചെയ്യാൻ വയ്യ, അങ്ങ് മടി. എന്തുപോലെ എന്തു ചെയ്തതിനൊക്കെ ഇപ്പം അതിനൊറ്റ വഴിയേ ഉള്ളൂ, സ്ട്രിക്റ്റ് ഡയറ്റ് ചെയ്യുക, ആഹാരം നല്ലോണം കൺട്രോൾ ചെയ്യുക, ഷുഗറായിട്ടുള്ള ആഹാരം ഒന്നും കഴിക്കാതിരിക്കുക. നമ്മുടെ ജീവിതശൈലി നല്ലതാവും. നമുക്ക് നാളെ തൊട്ട് ഷുഗർ കട്ട് ചെയ്യാം. സത്യം അളിയാ, നല്ല ഡയറ്റ് ചെയ്യണം. നല്ലോണം ഡയറ്റ് ചെയ്താൽ പക്ഷേ സീനാവും. പക്ഷേ ഒരു സീനുണ്ട്. നാളെ കുമാറാവൻ അവിടെ ബേക്കറി നടത്തുന്ന അളിയാ. ബേക്കറിയിൽ ഒരു ഫലൂടയ്ക്ക് ഒരു ഫലൂട ഫ്രീ. ഷുഗർ കട്ട് ഇന്ന് തുടങ്ങണോ? ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചൂടെ? അതിലൊന്നും നമ്മൾ വീഴാൻ പാടില്ല. എന്നാലും ഷുഗർ കട്ട് നമുക്ക് മറ്റന്നാളത്തേക്ക് മാറ്റാം. നാളെ കൂടെ ഫലൂട കഴിച്ച് നമ്മൾ ഷുഗർ കട്ട് അവിടെ തൊട്ട് തുടങ്ങുന്നു, പിന്നെ കഴിക്കരുത്. നാളെ ഫലൂട, അത് മാത്രം. നമുക്ക് പിന്നെ നാളെ തൊട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് വ്യായാമം ചെയ്യാം, നടത്തം കൂട്ടുക, നല്ലോണം നടക്കാം. അത് ചെയ്യാളിയാ. നമുക്ക് എന്നും രാവിലെ നടക്കണം. നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ വണ്ടി എടുക്കുന്ന ശീലം നമ്മൾ മാറ്റണം. നമ്മൾ പറ്റുന്ന പോലെ നടക്കണം. ചെറിയ യാത്രയൊക്കെയാണെങ്കിൽ നടക്കണം. അത് ശരിയല്ലേ? നമുക്ക് ഈ പറ്റുന്ന പോലെ ചെറിയ യാത്രകളൊന്നും വണ്ടി ആക്കണ്ട, നടത്തം നമുക്ക് കൂട്ടണം. എത്ര നേരമായിട്ട് പറയുന്ന റേഷൻ കടയിൽ പോയിട്ട് വാ. ആ അളിയ, ഞാൻ താക്കോൽ എടുക്കട്ടെ, റേഷൻ കട വരെ പോകണം. എന്തോ അളിയാ, നിന്റെ വീടിന്റെ മുറ്റത്ത് നടക്കണ്ടല്ലോ, അത്രേ ഉള്ളൂ റേഷൻ കട. നിനക്ക് നടന്നു വാങ്ങിക്കൂടാ? അത്രേ ഉള്ളൂ. ഇതൊക്കെ നടത്തിയാക്കിക്കൂടെ? എന്ത് പറയുന്നേ? ഞാൻ ഇനി നടന്നു പോയിട്ട് റേഷൻ കടയിൽ പോയിട്ട് സാധനം അരിയെല്ലാം വാങ്ങി നടന്നു തിരിച്ചു പറഞ്ഞു.